ഹലോ, അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ വർത്തമാനം? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ, നമുക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടോക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ കടലയൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടോ തലേന്ന്. പിന്നെ തക്കാളി, മുളകും പൊടി, മഞ്ഞൾപ്പൊടിയും ഉപ്പും പെരിഞ്ചീരകമൊക്കെ ഇട്ട് നമുക്ക് അടുപ്പത്തേക്കാം. അപ്പോൾ ആ മുണ്ടിൽ ആരാ കിടക്കണത്? നീണ്ട് നീർന്ന് ആരാ കിടക്കണത്? കുറഞ്ഞ ഭാഗമൊക്കെ കണ്ടിട്ടുള്ളൂ അല്ലേ? മൂപ്പരാക്ക് ഒളിച്ച് നിൽക്കുകയാണേ. അപ്പം എല്ലാവരും ചോദിച്ചിട്ടുണ്ട്, ഇക്കൊല്ലം എന്താ വെച്ച് പുട്ടിടാത്തേ? കഴിഞ്ഞൊല്ലം എന്നും പുട്ടേനിയല്ലോ, ഇക്കൊല്ലം എന്താ വെച്ച് പുട്ടിടാത്തേന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ നിങ്ങൾ പുട്ട് ചൂടാത്ത എന്താന്ന് ചോദിച്ചുമ്പം പിന്നെ നമ്മൾ ചൂടണ്ടേ? നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ കേൾക്കണ്ട മക്കളെ. അതുകൊണ്ട് തന്നെ ഇന്ന് ചായക്ക് കടി പുട്ട് തന്നെയാണ് കേട്ടോ. ഇനി നിങ്ങളാരും പറയരുത് ഈ 2025 പുട്ട് പുട്ട് ചുട്ടിട്ടില്ലാന്ന്. ഇന്ന് പുട്ട് തന്നെയാണ് കേട്ടോ. അപ്പം ഇന്ന് നമുക്ക് പുട്ട് ചൂടാം. അപ്പം അതിനേതായാലും ഞാൻ അരിയൊക്കെ എന്താട്ടിക്കണേ, തലേന്ന് വെള്ളത്തിലിട്ട് പൊതിർത്തി വിരിച്ച് നല്ല കുട്ടികളായിട്ട് കടത്തി ഉറക്കീനി. ഒക്കത്തിന് നീപ്പിച്ച് നമ്മളെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തേക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് അതിക്ക് കുറച്ച് ഉപ്പിട്ട് കുറച്ച് വെള്ളം കുടഞ്ഞ് നമ്മളെ പൊടി സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ചായൻ്റെ വെള്ളമൊക്കെ തിളച്ച് ചായപ്പൊടി പഞ്ചാരയൊക്കെ ഇട്ട് വാങ്ങി വെച്ചിക്കണം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, പൊടി കുറച്ച് നനവ് കമ്മിയുണ്ട്. അപ്പം കുറച്ച് വെള്ളം പാർന്നിട്ട് നമുക്ക് അതൊന്ന് കുഴച്ചെടുക്കണം. എന്നെങ്കിൽ നമ്മളെ പുട്ട് നല്ല സെറ്റായി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാത്തിലും ഞാൻ ഈ പുട്ട് ചുടുമ്പോഴൊക്കെ പറഞ്ഞിരിക്കണം, നമ്മൾ ചോറ് കഴിച്ചണ അരിയാണ് കേട്ടോ, ചാക്കേരിയാണ്. തലേന്ന് വെള്ളത്തിലിടുക, ഓട്ടപാത്രത്തിൽ ഊറ്റി വെക്കുക. പിന്നെ ഒരു മുണ്ടിൽ വെള്ളം ചോർന്നതിന് ശേഷം മുണ്ടോ തുണിയോ എന്തിനേലും ഒന്ന് വിരിച്ച് വെള്ളം ഒന്ന് ചോർന്നതിന് ശേഷം നമുക്ക് മിക്സീൻ്റെ ജാറിലിട്ട് കണ്ട് പൊടിച്ചെടുക്കുക. വെള്ളം കമ്മിയായി തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളവും ഉപ്പൊക്കെ ഇട്ട് കുഴച്ച് റെഡിയാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് പറയണത് ചിലപ്പം അന്ന് വീഡിയോ കാണാത്തവരുണ്ടാകും, അതുകൊണ്ടാണ് നമ്മൾ പിന്നെയും പറഞ്ഞത്. അപ്പോൾ പിന്നെ നമ്മൾ കമൻറ്റ് ബോക്സിൽ വരും ഇതെങ്ങനെയാണ് ചൂടുക, എങ്ങനെയാണ് എന്താ, അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. അപ്പം കേട്ടോലെന്നെ കേട്ടാകുമ്പോൾ മടക്കും, എന്താ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാണാത്തവരുണ്ടെങ്കിൽ ഓർക്കും വേണ്ടി കേട്ടോ നമ്മൾ പറഞ്ഞിരിക്കണത്. ഏതായാലും പിന്നെ കുറച്ച് തേങ്ങ ഇട്ട് പൊടിയിട്ട് പിന്നെ കുറച്ച് തേങ്ങ ഇട്ട് പിന്നെയും പൊടിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ പുട്ട് റെഡിയാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ തൂക്കിൽ വെള്ളമൊക്കെ വെച്ചിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ കുക്കർ അങ്ങനെ കൂക്കണുണ്ട്. കടല അങ്ങനെ വേകട്ടെ, ഒരു 3-4 വിസിൽ വന്നെങ്കിൽ ആണ്ട് വേകുള്ളൂ. അപ്പോൾ ഏതായാലും നമ്മളെ പുട്ട് ചൂടാല കുറ്റിയൊക്കെ വെച്ചെടുത്തിക്കണേ. അപ്പോൾ തന്നെ നമ്മളെ കടലയൊക്കെ വെന്തിക്കണേ. ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് തേങ്ങ അരച്ച് കുറച്ച് കടല അരച്ച് നമ്മളെ ചാറ് നമുക്ക് സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ തന്നെ ഇതാക്കണേ, നമ്മളെ പുട്ടിന് ആവിയൊക്കെ വന്നിക്കണേ. അപ്പം നമ്മൾ പുട്ട് കുത്തട്ടെ കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടില്ലേ, സോഫ്റ്റ് ആയിട്ടില്ല പുട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നല്ല ചൂടില്ലേ പുട്ട്, ആവി പറക്കണ പുട്ട് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ആ ചില്ലൊന്ന് എടുത്ത് മാറ്റാം. ഇനി ബാക്കിയുള്ളതും നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ ഇട്ടു, പിന്നെ പൊടിയിട്ടു, അങ്ങനെ പുട്ട് ചൂടാണ് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ 2025 നമ്മൾ പുട്ട് ചുട്ടില്ല എന്നുള്ളത് ഒരാളും പരാതി പറഞ്ഞ് വരരുത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പുട്ട് ചുട്ടിക്കണത്. അപ്പോൾ മക്കളെ, നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ തുടർന്നും നിങ്ങളൊക്കെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചാണ്. ഉണ്ടാവും എന്ന് വെച്ചാൽ അറിയാം, എന്നാലും ഞാൻ പറയാം കേട്ടോ. അപ്പോൾ അതാക്കണേ, നമ്മളെ പുട്ടൊക്കെ കഷ്ണം മുറിച്ച് ഞാൻ നമ്മളെ ഇതിലേക്ക് വെച്ചിരിക്കണം കേട്ടോ, ഗ്യാസ് റോളൊക്കെ വെച്ചെടുത്തിക്കണേ. പിന്നെ സനൂനും മിനുട്ടിക്കും ചായ കൊടുക്കണം, മദ്രസക്ക് പറഞ്ഞേക്കണം. അപ്പോൾ അതിന് ഇതാക്കണേ, ഒരിക്ക് 2 കൊല്ലം ഓരോ കണ്ട പുട്ടിട്ട് ഞാൻ പൊടിച്ചു കൊടുത്തിക്കണം കേട്ടോ. ചൂടല്ലേ, ചാറും ചൂടാണ് പുട്ടും ചൂടാണ്. അപ്പം ഇനി നമുക്കങ്ങനെ ചാറൊക്കെ പറന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഓല മദ്രസക്ക് പറഞ്ഞയച്ചു. പിന്നെ ഇന്നലെ കുറച്ച് പയറുണ്ടല്ലോ, അത് ഞാനൊന്ന് പൊട്ടിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അത് ഇന്നലെ വെച്ചിട്ടില്ലല്ലോ, നമ്മൾ കുടിക്ക് പോയതുകൊണ്ട്. അപ്പോൾ അത് ഇന്ന് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെ ജിനുവിന് കടിക്ക് പോകണം, അപ്പോൾ ഓന് ചോറ് വേണം.
അപ്പോൾ ഞാൻ ഈ പയറുപ്പേരി വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോറ് വെക്കാൻ ഞാൻ ഏത് ചോറേനിന്നാണ് വിചാരിച്ചിനിയത്, നമ്മളെ സ്കൂളിൽ നിന്നൊക്കെ കിട്ടുന്ന ചോറില്ല ചെറുപയർ വെച്ച അത് വെക്കണം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് കേട്ടോ മക്കളെ. അപ്പോൾ നമ്മൾ ജിനുവിനോട് അത് പറഞ്ഞപ്പോൾ ഓൻ പറഞ്ഞേ ഇച്ചത് മാണ്ടമ്മ, നിങ്ങളൊരു കാര്യം ചേച്ചി, ഇച്ചൊരു തുള്ളി വെറുംചോറും ലേശം തക്കാളി കൂട്ടാനും ഈ പയറുപ്പേരി മതി, അല്ലാതെ ഇച്ച നിങ്ങൾ ചെറുപയറിട്ട ചോറൊന്നും മാണ്ടാറ്. അപ്പോൾ പിന്നെ ഓനൊരു തുള്ളി ചോറ് തീമടണം. അങ്ങനെ ഞാനിതാക്കണേ ഉള്ളിയും കരിയേപ്പും പച്ചമുളകും ഒക്കെ തൂമിച്ച് തുള്ളി ഉപ്പും ഇട്ടുകൊടുത്ത് നമ്മളെ പയറൊക്കെ നല്ലോണം കേകി ഒരു 3-4 വട്ടം കേകിക്കണം കേട്ടോ. കാരണം ചായയൊക്കെ അല്ലതാണ് നിങ്ങൾ കണ്ടില്ലേ, അതൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് പോകാനും വേണ്ടി നല്ലോണം ഒന്ന് കേകി എടുത്ത് നമ്മൾ വെള്ളത്തിൽ നിന്ന് ഊറ്റിയിട്ട് അങ്ങനെ എടുത്തിട്ടിരിക്കണം കേട്ടോ. ഇനി അതവിടെ കടന്ന് വേകട്ടെ. അപ്പോൾ തന്നെ ഞാൻ ചോറൊക്കെ വെച്ച് വെന്ത് ഊറ്റി വെച്ചിക്കണം കേട്ടോ കൊട്ടക്കയിൽ. അപ്പം ഇനിയിപ്പോൾ ഓൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഓന് തക്കാളി കൂട്ടാൻ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ തക്കാളി കൂട്ടാൻ ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ഇപ്പോൾ പേടിയാലും തുടങ്ങിയിരിക്കണം കേട്ടോ. കാരണം ഇപ്പോൾ ഇന്നും ഇപ്പോൾ ഈ ചോറ്റക്ക് കൂട്ടാനും അതിന് തക്കാളി കൂട്ടാൻ തന്നെ കൊണ്ടുപോകല്. മൂത്രക്കല്ല് ഉണ്ടാവും പറയണേക്കെ തക്കാളി കണ്ടമാനം തിന്നാൽ. പിന്നെ പറയണേക്കെ ആ തക്കാളിൻ്റെ മൂക്കുണ്ടല്ലോ അത് തിന്നാലാണ് പിന്നെ മൂത്രക്കല്ല് ഉണ്ടാകുകയെന്ന് അങ്ങനെയും പറയണേക്കണേ. ഏതായാലും ഞാൻ ആ മൂക്കൊക്കെ നല്ലോണം ചെത്തി കളഞ്ഞിട്ടാണ് കേട്ടോ തക്കാളി കൂട്ടാൻ ഉണ്ടാക്കി കൊടുക്കൽ. ഓനാണെങ്കിൽ തക്കാളി കൂട്ടാൻ ആയാൽ മതി കേട്ടോ. ഈ ചോറ്റക്ക് പറഞ്ഞിട്ടും കാര്യം എന്നാൽ നല്ല രസമാണ് കേട്ടോ ഈ തക്കാളി കൂട്ടാനും കൂട്ടി ചോറ് വെച്ചാൽ. അപ്പോൾ അതൊന്ന് ഇലയിൽ കൂടി പോയി ഇനി വെച്ചാണ് വെച്ചെങ്കിൽ അതിൻ്റെ കാര്യം പറയണ്ട, നല്ല രസമാണ്. അപ്പോൾ അങ്ങനെ ഏതായാലും നമ്മളെ പയറുപ്പേരിയൊക്കെ താക്കണേ നല്ല അടിപൊളിയായിട്ട് വെന്തിക്കണേ. തക്കാളി കൂട്ടാനും റെഡി ആയിക്കണേ. പിന്നെ പയറുപ്പേരി ഇതൊക്കെ വെള്ളമൊക്കെ വറ്റി സെറ്റായി വന്നിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇനി സനുവിനും മിന്നുട്ടിക്കും പാത്രത്തിൽ ആക്കി കൊടുക്കുക. അപ്പോൾ ഓർക്ക് രണ്ടാൾക്കും ഒന്ന് പയർ തന്നെയാണ് കേട്ടോ കൊടുത്തയക്കണത്. അപ്പോൾ നല്ല ചൂട് കൊടുക്കുക. അപ്പോൾ ഞാൻ മുളകില്ലാത്ത നോക്കിക്കാണ്ട് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതാക്കണേ രണ്ടാക്കില്ല കൂട്ടാനൊക്കെ ആക്കി ഞാൻ ബാഗ് കൊണ്ടിടാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണേ സനുവിന് ടൈം ടേബിളൊക്കെ നോക്കി വെച്ചു. ഇനി മിന്നുട്ടിക്കും വേണം ടൈം ടേബിളൊക്കെ നോക്കണം. അപ്പോൾ രണ്ടാളും മദ്രസ് വിട്ടിരുമ്പോഴത്തേന് ഞാൻ ഓലെ ബാഗിൽ പാത്രവും വെള്ളം കുപ്പിയും ടൈം ടേബിളും ഒക്കെ നോക്കിയിട്ട് സെറ്റാക്കി വെക്കും കേട്ടോ. അല്ലെങ്കിൽ എന്താ പറയുക, മദ്രസ് വിട്ട് വരുന്ന ചായ കുടിച്ച് കഴിയുമ്പോഴത്തേന് ഓലെ സ്കൂൾ ബസ് വരും. അപ്പം സനുവിന് പോകാനാവും. മിന്നുട്ടിക്ക് പിന്നെ 9:30-10 മണിയാകുമ്പോഴത്തേന് കൊണ്ടയാക്കി കൊടുത്താൽ മതി കേട്ടോ. സനുവിൻ്റെ കാര്യമാണ് കേട്ടോ. അപ്പോൾ സനു കുറച്ച് നേരത്തെ വരും, എന്നാലും ടി വിയും കണ്ട് അങ്ങനെ ചായ കുടിച്ച് കുത്തിർക്കും. അപ്പോൾ ആ ബസ് വരുവോളം അങ്ങനെ ചായ കുടിച്ച് അങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ ടൈം ടേബിളോ അതൊക്കെ നോക്കി വെച്ചാൽ പിന്നെ ബസ്സാണ് വരുമ്പോൾ പോയാൽ മതിയല്ലോ. അങ്ങനെ ഓരോതൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ഞാൻ എന്താട്ടി ജിനുവിനുള്ള ചോറ് ഞാൻ പാത്രത്തിലാക്കി കൊടുക്കുകയാണ് കേട്ടോ. ഓനും കൂടി ഒരു വൈക്കാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പണിയെടുത്തോണ്ട് നടക്കാമല്ലോ. അപ്പോൾ എന്താട്ടി ഞാൻ ഓനെ റേഷൻ പീടിക്കും പറഞ്ഞയച്ചിരിക്കണം കേട്ടോ. ഓന് വരുമ്പോഴത്തേന് വേഗം ചോറാക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഇനി ഇപ്പോൾ ഒഴിവന്നല്ല കേട്ടോ. ഇപ്പോൾ ആ കടയിൽ ആളില്ലാത്തതുകൊണ്ട് ഓൻ തന്നെയാണ് ഇപ്പോൾ പോകൽ. കോളേജ് കഴിഞ്ഞിട്ടും പിന്നെ ഓന് ഉച്ചക്കല്ല കോളേജ് കഴിഞ്ഞിട്ടും വൈകുന്നേരം ആകുമ്പോൾ അവിടെ കടയിൽ കയറും കേട്ടോ. അപ്പം ഇനി റേഷൻ പീടിക്ക് പോകാൻ ആളില്ല. അപ്പം ഞാൻ രാവിലെ തന്നെ ഓനെ പറഞ്ഞയച്ചിരിക്കുകയാണ് കേട്ടോ. അരി വാങ്ങിയിട്ട് ഇനി എനിക്ക് നേരം ഉണ്ടാവില്ല, ഇനി ഇന്നും ഇപ്പോൾ കടയിൽ കയറണ്ടേ എന്നൊക്കെ പറഞ്ഞു. അപ്പം പറഞ്ഞു ആയിക്കോട്ടെ പറഞ്ഞാൽ അങ്ങനെ ഓന് പോയിക്കണേ. വന്ന് കഴിഞ്ഞാൽ അമ്മ ചോറാക്കിയില്ലേ ചോദിച്ചു. അപ്പോൾ ഇല്ലാന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ഇനി നിങ്ങളൊരു വീഡിയോ എടുക്കൽ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ പിന്നെ എന്താ വരുമ്പോഴത്തേന് വേഗം ചോറ്റും പാത്രമാണ് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. എന്നാൽ പിന്നെ വന്ന് കഴിഞ്ഞാൽ വേഗം അവിടെ പോയാൽ മതിയല്ലോ. അങ്ങനെ ഇതാക്കണേ ഓൻ്റെതാക്കി കൊടുത്ത് ഞാൻ റെഡിയാക്കിട്ടോ. അപ്പോൾ അങ്ങനെ 3 മക്കളതും റെഡിയാക്കി വെച്ചിക്കണം കേട്ടോ. അപ്പോൾ ഇതാക്കണേ ചെറുപയറൊക്കെ ഞാൻ തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് വെച്ചിനി കേട്ടോ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. എന്നിട്ട് ഓൻ്റെ ചോറ് ഞാൻ ബാഗ് കൊണ്ടുപോയിട്ട് കേട്ടോ. ഞാൻ ബാഗ് എടുത്താൽ പോയാൽ മതിയല്ലോ. നിങ്ങളോട് പറയുകയാണെങ്കിൽ മക്കളെ ഇച്ചുണ്ടല്ലോ ഈ സ്കൂളത്തെ ചോറ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ സനും മിന്നുട്ടിയൊക്കെ മദ്രസ ഇട്ടുന്നു. അപ്പോൾ സനും ഈയും പോയിട്ട് സ്കൂൾക്ക് മിന്നുട്ടിനെ ഇനി കൊണ്ടുപോയാക്കണം. അങ്ങനെ ഓളെ ഞാൻ കൊണ്ടുപോയാക്കി വന്നിട്ട് നമുക്ക് റേഷൻ പീടിയിൽ നിന്ന് അരി ഇട്ടിയത് പച്ചരിയും ചാക്കേരിയൊക്കെയാണ് കേട്ടോ കിട്ടിക്കണത്. അപ്പോൾ നമുക്ക് ചോറ് വെക്കല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ആ സ്കൂളത്തെ ചോറ് ഭയങ്കര ഇഷ്ടമാണ്. ഇച്ചിൻ്റെ വലിയ കുട്ടീനെ പള്ളി ഉണ്ടായിരുന്നുണ്ടല്ലോ. ആ ചോറിന് എന്തോ ഒരു പൂതിയേന്. ഞാൻ എന്നിട്ട് ഇഞ്ച ആങ്ങണ്ട് എത്തുണ്ടല്ലോ ഞാൻ വട്ടപ്പാത്രം കൊടുത്തേക്കൂട്ടോ ആ ചോറ് ആ കൂട്ടാനും വാങ്ങിക്കൊണ്ടുവരാൻ. കാരണം നമ്മളെ കുടിയിൽ എങ്ങനെ ഈ ചെറുപയറിട്ട് ചോറ് വെച്ചാലും ആ ഒരു രസം കിട്ടൂലല്ലോ. അപ്പോൾ ഞാൻ ഓനോട് പറഞ്ഞു താത്താൻ്റെ കുട്ടി പോയിക്കാണ്ടേ ചോറ് വാങ്ങുമ്പോൾ ഓന് വാങ്ങും.
അവൾ വെച്ച് കഴിഞ്ഞിട്ട് താത്താക്ക് വരുന്നുണ്ട് ചോറ് ഈ വെട്ടപ്പാത്രത്തിൽ കൊണ്ടുവരേണ്ടി പറഞ്ഞിട്ട് ഓൻ്റെ അടുത്ത് വെട്ടപ്പാത്രമൊക്കെ കൊടുത്തയച്ച് ഓനതിൽ ചോറും ചെറുപയറും ഒക്കെ കൊണ്ടുവന്നീന് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഓർമ്മയാവും കേട്ടോ. അപ്പോൾ ഞാൻ എന്നും ഇങ്ങനെ വിചാരിച്ചിട്ടോ അത് വെക്കണം 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 എന്നുള്ളത്. ഞാൻ ഇന്നലെ വെക്കണം എന്ന് വിചാരിച്ചത് ഇനി അപ്പോഴല്ലേ നമ്മൾ കുടിയേക്ക് പോയത്. ഇന്നലെ ചെറുപയർ കുറച്ച് ചെറുപയർ ഞാൻ ബാക്കിയാക്കി വെച്ചിനല്ലോ, ഇതിനെ ഇനി വെച്ചിനത്. അപ്പോൾ ഞാൻ അങ്ങനെ കുടിയേക്ക് പോയില്ല ഇന്നലെ. അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ ആയിക്കൂടെ കുറച്ചുകൂടി ചെറുപയറിട്ട് കണ്ട് വെച്ചിക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു നായി പിന്നെ ഒരു ഉരി എടുത്തുക്കണം കേട്ടോ. അങ്ങനെ നാവൂരി അരി എടുത്ത് അതിക്ക് കുറച്ച് ചെറുപയറും ഇട്ട് പിന്നെ ഉപ്പിട്ട് പിന്നെ കുറേ വെള്ളം പറഞ്ഞിട്ടില്ല. നമ്മൾ നാവൂരി അരിക്ക് 2 ഗ്ലാസ് വെള്ളം കേട്ടോ പറഞ്ഞിരിക്കണത്. അപ്പോൾ നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കണ മാതിരി. അപ്പോൾ അങ്ങനെ ഇതാക്കണം ഞാൻ കുക്കറിൽ വെച്ചിക്കണം കേട്ടോ. ഇനി അത് ഒരൊറ്റ വിസിൽ വന്നാൽ നമുക്ക് ഓഫാക്കിയിട്ട് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കട്ടോ. അപ്പോൾ ഇതാക്കണേ നമ്മളെ ചോറൊക്കെ ഇതാക്കണം ഒരൊറ്റ വിസിൽ വന്ന് ചോറ് എന്തായി നമുക്കൊന്ന് നോക്കി നോക്കട്ടോ വെന്തുക്കണോ അല്ലേ എന്നൊക്കെ. അതിൻ്റെ മക്കളെ ഈ ചോറുണ്ടല്ലോ കുക്കറാണ് തുറന്നപ്പോൾ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ സ്കൂളിൽ നിന്ന് ആ വേവിച്ച ചോറിൻ്റെ ഒരു അതേ മണം തന്നെയാണ് കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു കൂട്ടാനും വേണ്ട. ഈ പയറുപ്പേരിയും കുറച്ച് അച്ചാറും ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് പള്ളറച്ച് വേവിച്ച. അപ്പോൾ ഞാൻ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പള്ളിയിലൊക്കെ ഉണ്ടാകുമ്പോണ്ടല്ലോ ഇങ്ങനത്തെ ഓരോ ചില പൂതികളാണ്. അതേമാതിരിക്കെ തന്നെയാണ് പടുകൂട്ടാൻ അങ്ങനത്തിനൊക്കെ തൃപ്തി ഉള്ളതിന് കേട്ടോ. അപ്പോൾ എന്നാൽ മാതിരി ഇതാക്കണേ നമ്മൾ ആ ചോറ് വെച്ചിക്കണം കേട്ടോ. കുറേ ദിവസമായിക്കണം ചോറ് വെക്കണം വെക്കണം എന്നിങ്ങനെ വിചാരിച്ചിട്ട് ഇന്നാണ് ഇപ്പോൾ നമുക്ക് അതിന് കൂടിയിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ ചോറ് വിളമ്പുകയാണ് കേട്ടോ. ഇതിൻ്റെ മണം ഇങ്ങനെ മൂക്കലടിച്ചിട്ടേ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഇത് വേവിച്ചിട്ടല്ലേ ഇനി വേറെ കാര്യമുള്ളൂ. അപ്പോൾ ഏതായാലും കുറച്ച് ചോറൊക്കെ വിളമ്പി പിന്നെ ലേശം നമുക്ക് അച്ചാറും ഇട്ട് കൊടുക്കാം. അപ്പം ഇന്ന് മീനൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സ്കൂളിൽ ഇങ്ങനെ പാത്രമൊക്കെ കൊണ്ടുപോയി വരിക്കൊക്കെ ഇങ്ങനെ നിന്ന് ചിലപ്പോൾ ഇങ്ങനെ ചെറുപയറും അരിയൊക്കെ ഒപ്പിട്ട് വെക്കും. അല്ലെങ്കിലോ ചോറ് വെച്ച് ഊറ്റിക്കാണ്ട് ചെറുപയർ വേറെ കൂട്ടാനാക്കി വെക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണം ഞാൻ ഒക്കെ പാടെ ഒപ്പിട്ട് വെച്ചിക്കാണ്. ചെറുപയറിൻ്റെ ചാറ് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിലല്ല ഇതിങ്ങനെയാണ് വെച്ചിങ്ങനെ തോന്നിയിട്ട്. അപ്പോൾ ഞാൻ ഇതേമാതിരി വെച്ചതാണ്. ഇത് തുറന്നപ്പോഴാണ് ആ ചോറിൻ്റെ ഒരു മണവും നല്ല ചൂരും മണം ചൂരും എന്നൊക്കെ പറയില്ല അതേ പറഞ്ഞ മാതിരി നല്ല മണം ഉണ്ടായിട്ടോ മക്കളെ. തിന്ന് നോക്കിയപ്പോഴും ഇതേ ഒരു രസം തന്നെ കേട്ടോ. എൻ്റെ മുഖത്തിലെ ചെറിയ കണ്ടങ്ങൾ ഈ അത്രയ്ക്ക് ഇഷ്ടേനി. അതുകൊണ്ടാണ് ഇങ്ങനെ ചിരിച്ചണത് ഇട്ടച്ച് ഭയങ്കര ഇഷ്ടമാണ് ഈ ചോറ്. അപ്പം അങ്ങനെ ഞാനിതാക്കണേ ചോറ് വെച്ചാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണേ ലേശം അച്ചാറും പിന്നെ ആ ചോറും കൂട്ടിയിട്ട് ഒരു പിടുത്തം പിടിച്ച നമുക്ക് അല്ലേ. നല്ല രസമുണ്ടായിന് കേട്ടോ ചോറ്. അപ്പം ഞങ്ങൾക്ക് ആർക്കെങ്കിലും സ്കൂളത്തെ ചോറ് വേവിച്ചാൽ പൂതില്ലോലുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൂളി വേവിച്ചോളി, നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ സ്കൂളിൽ പോയ കാലമൊക്കെ നമുക്ക് ഇങ്ങനെ ഓർമ്മ വരും. ആ വരിക്ക് നിന്ന് ചോറ് വാങ്ങിയതും ചെങ്ങാഴ്ചകളൊപ്പം കുത്തിർന്ന് ചോറ് തിന്നതും. ഓല് കൊണ്ടുവന്ന കൂട്ടാൻ ഞമ്മക്കും തരും, നമ്മളെത്തില്ല കൂട്ടാൻ ഓൽക്കും കൊടുക്കും. നമ്മൾ കൂട്ടാന്ന് വെച്ചാൽ നമ്മളെ സ്കൂളിൻ്റെ അടുത്തുണ്ട് ഒരു സാജി അറിയും. മൂപ്പര വീടിൽ നിന്ന് മാങ്ങച്ചാറോ മുളകച്ചാറോ നെല്ലിക്കച്ചാറോ എന്തെങ്കിലുമൊക്കെ വാങ്ങി അതും കൂട്ടിയാൽ നമ്മൾ ചോറ് കഴിച്ചാൽ അത് ഓൽക്കും കൊടുക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നാളെ വരട്ടോ പുതിയ